ഇദ്ദേഹത്തിനൊക്കെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നത് മുടിയുണ്ടോ? ചിലവരൊക്കെ ചോദിക്കാറുണ്ട് മുടി വെപ്പായിരുന്നോ? ഹായ്, എല്ലാവർക്കും നമസ്കാരം. 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 എന്താ പരിപാടി? നമ്മൾ ഇന്ന് മൈഗ്രീന് നമ്മുടെ ഒരു എണ്ണയുണ്ട്. ഈ മണ്ണിനടിയിൽ എന്താ പരിപാടി? അതിപ്പോ കണ്ടോണം. ഇത് കണ്ടിട്ട് നമുക്ക് അതിനെ കുറിച്ച് പറയാം. ഇത് കണ്ടോ, ഇതാണ്ടേ ഈ വള്ളിയായിട്ട് നിൽക്കുന്ന സാധനം കണ്ടോ, ഇതാണ് വാതക്കൊടി. ഈ നിൽക്കുന്നതെല്ലാം വാതക്കൊടി. അതാണ് ഇത് കണ്ടോ, ഈ വള്ളിയാണ് ഇത് കണ്ടോ. ഇത് കണ്ടോ, ഇതിന്റെ ഇലയാണോ? അതല്ലേ ഇതിന്റെ ഇലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇല എടുത്തിട്ട് വെള്ളം തിളപ്പിച്ച് കുളിച്ചു കഴിഞ്ഞാൽ വേദന മാറും, ശരീരവേദന മാറും. പിന്നെ ഒത്തിരി ഗുണമുണ്ട്. ഇത് ട്രൈബൽസ് ഒക്കെ പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്നത്. വേരാ ഞാൻ തപ്പുന്നത്, വാതക്കൊടി. ഇത് കണ്ടോ, പിന്നെ വേരാ ഞാൻ തപ്പുന്നത്. ഈ വേര് കൊണ്ടൊരു സാധനം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ മരുന്നിന്റെ അത്ഭുതം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ കാണാം. കത്തി ഇങ്ങനെ എടുക്കുക, തുണി ഇങ്ങനെ കീറി ഈ വേര് ശകലം എടുക്കണം. ആ ചെടിയുടെ വേരെടുത്ത് ഈ വേരെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചതക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ പിരിക്കുകയോ ചെയ്യണം. ഒന്ന് പിരിച്ചിട്ട് ചിക്കൂസേ ഇതാണ്ടേ ഒന്ന് മൂക്കിലോട്ട് വലിച്ചേ. ഒരു മൂക്ക് അടച്ചിട്ട് മേപ്പോട്ടൊന്ന് വലിച്ചേ. എങ്ങനെയുണ്ട്? ഇപ്പുറത്തുനിന്ന് വലിച്ചേ. കറണ്ട് അടിക്കുന്ന ഫീലില്ലയോ? ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി എത്ര മണം പോയവർക്കും മണം തിരിച്ചു കിട്ടും. ഇതിന് പ്രധാനം എന്ന് പറഞ്ഞാൽ മൈഗ്രീൻ ഉള്ളവർക്ക് ഇങ്ങനെ ഒറ്റ വലിച്ചാൽ കഫം മൊത്തം ഇറങ്ങി വരും. അപ്പോൾ പെട്ടെന്ന് മൈഗ്രീൻ അങ്ങ് ശമിക്കും. പക്ഷേ മൈഗ്രീൻ പെട്ടെന്ന് മാറത്തില്ല. അതിനുവേണ്ടി അതിനൊരു എണ്ണ ഉണ്ടാക്കണം. കാരണം ഈ പിന്നെ വാതക്കൊടി എന്ന് പറഞ്ഞ സാധനം ചേർത്തൊരു 27-28 കൂട്ട് മെഡിസിൻ ചേർത്ത് നമ്മളൊരു എണ്ണ ഉണ്ടാക്കുന്നുണ്ട്. അത് ട്രൈബൽസ് എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾ മുമ്പുള്ളൊരു കൂട്ടാണ് അത്. മൈഗ്രീന് ഭയങ്കര പരിഹാരമാണ്. മൈഗ്രീൻകാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സമയത്ത് ആഹാരം കഴിക്കത്തില്ല. രാവിലെ നമ്മളിപ്പോൾ എന്തെങ്കിലും ജോലിയായിട്ടൊക്കെ അങ്ങ് പോകും, ഉച്ചയ്ക്ക് സമയത്ത് ആഹാരം കഴിക്കത്തില്ല. ഈ സമയത്ത് ആഹാരം കഴിക്കാത്ത പ്രശ്നം കൊണ്ടാണ് മൈഗ്രീൻ. ജീവിതശൈലി രോഗം അത്. ആ എണ്ണ കാണാം. ഇതാണ് നമ്മുടെ എണ്ണ. ഈ എണ്ണയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, മോളെ വന്നേ, ഇദ്ദേഹത്തിനൊക്കെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നത് മുടിയുണ്ടോ? ചിലവരൊക്കെ ചോദിക്കാറുണ്ട് മുടി വെപ്പായിരുന്നോ, അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ട് നമുക്ക് സൂപ്പറായിട്ടുള്ള. അപ്പൊ ഹെയർ ഓയിൽ വെപ്പാണെന്നൊക്കെ ചോദിക്കും. ഒറിജിനൽ മുടി തന്നെ. 3 വൈഫായാലും മക്കളായാലും എല്ലാവരും എണ്ണ ഉപയോഗിക്കേണ്ടത്. ഇതുണ്ടോ, എണ്ണയുടെ കളർ കണ്ടോ, ഇതിന്റെ മണം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വെളിച്ചെണ്ണയാണ്. നമ്മൾ തന്നെ തേങ്ങ ആട്ടി എടുക്കുന്നതാണ്. ഇതിനകത്ത് അശോകത്തെറ്റിയുടെ പൂ ഉൾപ്പെടെ തൊട്ട് നമ്മുടെ വാതക്കൊടി തൊട്ട് 27-28 കൂട്ട് മെഡിസിനാണ് ചേരുന്നത്. എണ്ണ പറഞ്ഞില്ലേ, മേടിച്ച് മണക്കുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങൾ മേടിച്ചിട്ട് ഇതെടുത്തുനിന്ന് ഇങ്ങനെ മണക്കുമ്പോൾ അറിയാൻ പറ്റും. മാത്രമല്ല ഒരു സ്മെല്ലില്ല, ഒരു ഇറിറ്റേഷൻ ഇല്ല എണ്ണ തേക്കുമ്പോൾ. ഇങ്ങനെ അങ്ങോട്ട് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ മൈഗ്രീൻകാർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മസാജ് ചെയ്യണം. മുടിയിൽ ഇതുപോലെ മസാജ് ചെയ്യണം. ഇതുപോലെ മസാജ് ചെയ്യണം. എന്നിട്ട് ഒന്നുകൂടെ എടുക്കണം. ശകലമാണ്, അത്രയും പോരാ. എന്നിട്ട് ഇത്രയും കൂടെ എടുക്കുക. എടുത്തിട്ട് നല്ല ഈ തലയോട്ടിയിൽ നല്ലതായിട്ട് മസാജ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ. പിന്നെ മുടിയിലൊന്നും വലുതായിട്ട് തേച്ചാലും മുടിക്കൂടെ നല്ലതായത്. മുടിക്ക് നല്ല സംഭവമാണ്. ഒന്നിട വിട്ട് തേക്കണം. എന്നും തേക്കാമെങ്കിൽ ഏറ്റവും നല്ലത്. ഇപ്പോൾ രാവിലെ എന്നും തേക്കണം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ കുളിക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഓർത്തോണം. ഇതേപോലെ എണ്ണ നല്ല വൃത്തിക്ക് തേച്ചതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ നമ്മൾ കുളിക്കാവുള്ളൂ. അപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ പറഞ്ഞിട്ട് മാക്സിമം രാവിലെ ഒരു 7-8 മണിക്കകത്ത് നമ്മൾ രാവിലത്തെ ആഹാരം കഴിക്കുക. ഉച്ചയ്ക്ക് ഒരു 12-1 മണിക്കകത്ത് ആഹാരം കഴിക്കുക. വൈകിട്ട് പിന്നെ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും കഴിച്ചാൽ മതി. വയറ് വലിയ പ്രശ്നമാണ്, അതിനെയും കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ 26-30 വർഷമൊക്കെ മൈഗ്രീൻ ഉള്ള ആൾക്കാർക്ക് 100% ഗ്യാരൻറ്റിയോടെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അത്ര റിസൾട്ടാണ് പറയുന്നത്. മൈഗ്രീൻ ആണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു പൊടിയുണ്ട്, കഫത്തിൻ്റെ പൊടി. തിപ്പലി, കുരുമുളക്, ചുക്ക്, കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ആടലോടകം, പനങ്കൽക്കണ്ടം. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു കൂട്ടാണ്, നമ്മൾ ഉണ്ടാക്കിയതല്ല. ഇത് രുചിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. പ്രജനൊക്കെ കഴിക്കുന്നത് നമ്മുടെ എല്ലാ വണ്ടിയിൽ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ 2 ബോട്ടിൽ ഈ പൊടിയും ഈ ഒരു 200 ml എണ്ണയാണ് ഒരു കോഴ്സ്. ഇത് നല്ല റിസൾട്ടാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല ഇതിനകത്ത് വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പൊടി എന്ന് പറയുന്നത് ഇതിനകത്ത് പനങ്കൽക്കണ്ടമാണ് ചേരുന്നത്. പനങ്കൽക്കണ്ടം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പോയി ഡയൽ കേരളയിൽ തന്നെ വീഡിയോ കിടപ്പുണ്ട്. നമ്മളവിടെ പോയി എടുക്കുന്നത് 2500 രൂപയാണ് കിലോയ്ക്ക്. രാമേശ്വരത്തിനടുത്ത് പോയി എടുക്കുന്നത്. അവിടെ കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മൾ കളക്ട് 6 മാസമുള്ള അവിടെ. അപ്പോൾ ഇതെല്ലാം കളക്ട് ചെയ്തിട്ടാണ് ഈ സാധനം ചെയ്യുന്നത്. ഇത് കഫക്കെട്ടിന് ഇത് മാത്രമല്ല, മൈഗ്രീന് മാത്രമല്ല, ഈ കഫക്കെട്ടിനും പനി പെട്ടെന്ന് വരാതിരിക്കാനും ദഹനത്തിനും ഒക്കെ നല്ലൊരു സാധനം. അപ്പോൾ ഇത്രയും ഒരു സെറ്റാണ് ഇത്. ഇനി ഇത് കഴിച്ചും കൂടെ കാണിക്കാം. മേടിക്കുന്ന കഫത്തിന്റെ പൊടി ഇത്രയേ ഉള്ളൂ. ചെറുതായിട്ടൊന്ന് എടുക്കുക. ഇത്ര എടുക്കുക. ഇത്ര എടുത്തിട്ട് ഇത് മോനെ നോക്കിടാ, ഒന്ന് കഴിക്കണം. മക്കളൊക്കെ എപ്പോഴും കഴിക്കണം. ഇതുണ്ടോ, കൊച്ചു പിള്ളേർക്ക് വരെ കഴിക്കാം. കഴിച്ച മോനെ, അല്ലതാ കഴിക്കടാ. ഓക്കെ. ഇതേപോലെ കൊച്ചു പിള്ളേർക്ക് വരെ കഴിക്കാൻ പറ്റും. ഇതിനകത്ത് മധുരം അത്രയേ ഉള്ളൂ, എരി അത്രയേ ഉള്ളൂ.
പക്ഷെ തൊണ്ടയെല്ലാം ക്ലിയർ ആവും, കഫം മൊത്തവും മലത്തിൽ കൂടെ അല്ലാതെയും കഫം ക്ലിയർ ആവും. അപ്പോൾ ഇത് ഫുൾ സെറ്റായിട്ട് നമുക്കിത്, കാരണം ഈ വാതക്കൊടി എന്ന് പറഞ്ഞാൽ ഈ ചെടി ഇപ്പോൾ 1600 ഔഷധ ചെടി നമ്മുടെ ഫുള്ളാണ്. ഈ ഇത്രയും ചൂട് സമയത്ത് നമുക്കിവിടെ ചൂടില്ല, എത്ര ചൂടുള്ള സമയത്ത് ഇവിടെ ചൂടില്ല, അടിപൊളിയാണ്. അപ്പോൾ ഇത് ആവശ്യക്കാർക്ക് ഈ സംഭവം എല്ലാം വരുന്നത് ഈ വീഡിയോയിൽ തന്നെ പിന്നെ നമ്പറുണ്ട്, ആ നമ്പറിൽ വാട്സാപ്പിൽ ചെയ്താൽ മതി. ഈ വീഡിയോയിൽ തന്നെ നമ്പറുണ്ട്, അത് വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് അഡ്രസ്സും പിൻകോഡ് നമ്പറും വിളിച്ചാൽ കിട്ടുന്ന നമ്പറോട് ചേർത്ത് അയക്കുക. ഇത് ഒരു വർഷം കൊണ്ടല്ല 13 വർഷത്തിൽ കൂടുതൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതിന് മുമ്പുള്ളൊരു കൂട്ടാണിത്. ഇതിന് സൈഡ് എഫക്റ്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാച്ചുറലായിട്ടുള്ള യഥാർത്ഥ വെളിച്ചെണ്ണയിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്യുന്നതാണ്, നല്ല റിസൾട്ടുമാണ്.